ഞാനും നിങ്ങളും അടങ്ങുന്ന ആരാണെങ്കിലും ഈ സെക്കൻഡിൽ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒട്ടും താമസിയാതെ എത്ര പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളാണെങ്കിലും കുളിപ്പിച്ച് കഫൻ ചെയ്ത് അതുപോലെ തന്നെ നിസ്കാരം നിർവഹിച്ച് നമ്മെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ച് കല്ലുകൾ കൊണ്ട് മൂടി മണ്ണിട്ട് മൂടി തിരിച്ചു വരും. ആ ഘട്ടത്തിൽ അവിടെ വരുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആരാടോ നിന്റെ റബ്ബ്? നിന്റെ റബ്ബിനെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട്? മൻ റബ്ബുക്? ആരാ നിന്റെ റബ്ബ്? ആരായിരുന്നു നിന്റെ റസൂൽ? നിന്റെ റോൾ മോഡൽ ആരായിരുന്നു? ആ റസൂലിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള ചോദ്യം. നിന്റെ ആദർശം എന്തായിരുന്നു? നീ ഏത് ദീന് നോക്കിയിട്ടാ നീ ജീവിച്ചത്? നീ ദീനിയായിട്ട് നിന്റെ ആദർശമായി കൊണ്ടു നടന്നത് എന്തായിരുന്നു? വളരെ കൃത്യമായ 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഞാനും നിങ്ങളും. എപ്പോ? ഒരുപാട് കൊല്ലം, ഒരുപാട് കാലം കഴിഞ്ഞിട്ടല്ല. ഈ സെക്കൻഡിൽ ഞാനോ നിങ്ങളോ മരിച്ചാൽ ഏതാനും മണിക്കൂറുകൾക്കകം വരാൻ പോകുന്ന പരീക്ഷ, മലായിക്കത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷ, ഖബറിലെ ഏറ്റവും വലിയ ഫിത്ന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ ഗൗരവത്തോടെ പറഞ്ഞിട്ടുള്ള 3 ചോദ്യങ്ങൾ. ഇതിന് മറുപടി പറയാൻ എനിക്ക് സാധ്യമാകുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെനിക്ക് എന്റെ റബ്ബിനെ കുറിച്ച് എന്തറിയാം? അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശം എനിക്കെന്തറിയാം? എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എനിക്കെന്തറിയാം? ആ മുത്ത് മുസ്തഫയാണോ എന്റെ ജീവിതത്തിലെ റോൾ മോഡൽ? അതേപോലെ തന്നെ എന്റെ ആദർശം ദീനായിരുന്നു, ആ ദീന് ഇസ്ലാമായിരുന്നു എന്ന് അള്ളാഹുവിനോട് പറയണമെങ്കിൽ, മലായിക്കത്തുകളോട് മറുപടി പറയണമെങ്കിൽ, അള്ളാഹുവാണ് എന്റെ റബ്ബ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ റോൾ മോഡലായ മുത്ത് മുസ്തഫയാണ്, എന്റെ ആദർശം ഇസ്ലാം മാത്രമായിരുന്നു എന്ന് പറയാൻ അടുത്ത മണിക്കൂറുകൾക്കകം തയ്യാറാകുവാൻ എന്താ നമ്മളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ ചോദ്യമാണ് റബ്ബിന്റെ ചോദ്യം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചു ജീവിക്കുവീൻ. ഫൽ തൻളുർ നഫ്സുൻ, ഓരോരുത്തരും ഉറ്റാലോചിക്കട്ടെ, ഓരോരുത്തരും അവരോട് ചോദിക്കട്ടെ, മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഞാൻ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഏതാ ഈ നാളെ? ഇതാ ഈ പറഞ്ഞ നാളെ, അല്ലെങ്കിൽ ഇന്ന്, ഏതാനും മണിക്കൂറുകളാവാം, ആരോ എന്തോ ആയിരിക്കട്ടെ. അതിന്റെയൊക്കെ ശേഷം മഹ്ശറ എന്ന് പറയുന്ന വലിയ ലോകം എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? പിന്നെയും അല്ലാഹു പറയുകയാണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, പേടിക്കണേ. ഒരായത്തിൽ അപ്പുറം നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് ചിന്തിക്കണേ എന്ന് പറയുന്നതിന്റെ തുടക്കത്തിലും പറയുന്നു ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ. ശേഷവും പറയുന്നു വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ലോകത്തെ ഏതെങ്കിലും ഒരു ഉപകരണങ്ങൾക്ക് കേടുപറ്റും, നിരീക്ഷണങ്ങൾക്ക് കേടുപറ്റും, ഏത് ക്യാമറകൾക്കും കേടുപറ്റും. ഇത് നിരീക്ഷിക്കുന്നത് അല്ലാഹയാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും കൃത്യമായി റെക്കോർഡ് ചെയ്ത് റഹ്മാനായ റബ്ബിന് സൂക്ഷ്മമായി അറിയാൻ കേട്ടോ. അവനാ നാളെ പരലോകത്ത് നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത്. എന്തൊരുക്കി വെച്ചു എന്ന് ചിന്തിച്ചോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്.